കണ്ണുകളിലേക്ക് തന്നെ ഞങ്ങൾ നോക്കുന്ന കർത്താവേ, നീ മാത്രമാണ് ഞങ്ങൾക്ക് വലിയവൻ. ജീവന്റെ ഉറവിടമേ, എന്റെ രക്ഷയിൻ പാറയേ, കൃപയും കരുണയുള്ളോനേ, എന്നെ വീണ്ടെടുത്തവനേ, ജീവന്റെ ഉറവിടം, ജീവന്റെ ഉറവിടമേ, Thank you. എന്റെ രക്ഷയിൻ പാറയേ, കൃപയും കരുണയും നിറഞ്ഞവൻ. കൃപയും കരുണയുള്ളോനേ, എന്നെ വീണ്ടെടുത്തവനേ, സ്തുതികൾക്ക് യോഗ്യൻ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. യേശുവേ, സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. സ്തുതികൾക്കു യോഗ്യനേ, ആരാധിപ്പാൻ യോഗ്യനേ, മഹത്വത്തിനുറവിടമേ, സർവ്വതും സൃഷ്ടിച്ച പരനേ, സ്തുതികൾക്കു യോഗ്യനേ, ആരാധിപ്പാൻ യോഗ്യനേ, മഹത്വത്തിനുറവിടമേ, സർവ്വതും സൃഷ്ടിച്ച പരനേ, അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. ജീവന്റെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 1 വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം, എൻ്റെ വിശ്രാമ സ്ഥലവും ഏത്? ജീവവചനത്തിൻ്റെ പ്രഭാത ധ്യാനചിന്തയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് ഒരു മന്ദിരം പണിയുമോ എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പിറപ്പുകളെ, ദൈവത്തിന് വാസം ചെയ്യുവാൻ ഭൂമിയിൽ ഒരു മന്ദിരം വേണം. അത് പണിതെടുക്കുവാൻ ആര് തയ്യാറാകും? ദൈവം തന്നിൽ ആശ്രയിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇന്ന് പ്രഭാതത്തിൽ നമ്മിൽ ഓരോരുത്തരോടും ഈ ചോദ്യം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ആ ചോദ്യം ശ്രദ്ധയോടെ കേൾക്കുവാൻ കൂടപ്പിറപ്പേ നിങ്ങളുടെ കാതുകൾക്ക് ഇടയാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ചോദ്യം ഇതാണ്: എനിക്ക് പാർക്കാൻ ഒരു മന്ദിരം പണിയുവാൻ നിനക്ക് കഴിയുമോ? വചനത്തിൻ്റെ ധ്യാനചിന്ത കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഇതിനുത്തരം പറയുവാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ദൈവത്തിന് വസിക്കുവാൻ ഒരു മന്ദിരം പണിയുമോ? ദൈവത്തെ നിങ്ങളുടെ മന്ദിരത്തിൽ പാർക്കുവാൻ ക്ഷണിക്കുമോ? നിങ്ങൾ ദൈവത്തിന് പണിതിട്ടുള്ള അല്ലെങ്കിൽ പണിയുന്ന മന്ദിരം ഏത് വിധമുള്ളതാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം തിരുവചനത്തിൻ്റെ കേൾവിക്കനുസരിച്ച് നാം മറുപടി കണ്ടെത്തണം. നാം ദൈവകൃപ പ്രാപിച്ച്
അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയരെ, ദൈവത്തിന് വസിക്കുവാൻ ഭൂമിയിൽ കൈപ്പണിയായ ഒരു കെട്ടിടം ആവശ്യമില്ല. മനുഷ്യൻ കൈകൊണ്ട് പണിയുന്ന ഒരു മന്ദിരങ്ങളും ദൈവത്തിന് വസിക്കുവാൻ യോഗ്യമായതല്ല. ദൈവം മനുഷ്യനിർമ്മിതമായ മന്ദിരങ്ങളിൽ വസിക്കുന്നില്ല എന്ന് ദൈവം വചനം വ്യക്തമായി നമ്മെ ഉപദേശിക്കുന്നു, പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവം നിങ്ങളിൽ നിന്ന് ഒരു മന്ദിരം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് ദൈവം ഒരു മന്ദിരം പ്രതീക്ഷിക്കുന്നു. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യർ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിലല്ല ഞാൻ വസിക്കുന്നത് എന്ന് ഏവരും മനസ്സിലാക്കണമെന്നും, എന്നാൽ അവർ തനിക്കായി സമർപ്പിക്കുന്ന മന്ദിരത്തിൽ താൻ വസിക്കും എന്നത് അവർ മനസ്സിലാക്കണമെന്നുള്ളതുമായ ഒരു സത്യമാണ് ആ കാര്യം. അതെപ്രകാരമുള്ള മന്ദിരമാണത്? എന്തായാലും മനുഷ്യനിർമ്മിത മന്ദിരങ്ങളിലോ രമ്യഹർമ്മങ്ങളിലോ ദൈവം വസിക്കുന്നില്ല. മനുഷ്യർ ദൈവത്തിന് എന്ന് പറഞ്ഞ് പണിയുന്ന മന്ദിരങ്ങളിൽ വസിക്കുന്നത് ജീവനുള്ള ദൈവമല്ല, മനുഷ്യർ പ്രതിഷ്ഠിക്കുന്ന ദേവി ദേവന്മാരാണ്. ദൈവത്തിന് വസിക്കുവാൻ മനുഷ്യർ ഉണ്ടാക്കുന്ന മന്ദിരങ്ങളെക്കുറിച്ച് ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധമായത്? മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ ഒതുങ്ങുന്നവനല്ല സർവശക്തനായ ദൈവം എന്ന തിരുവചനം പഠിപ്പിക്കുന്നു. ദൈവവചനം പറയുന്നു, സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. വലിയവനായ ദൈവത്തെ പ്രിയപ്പെട്ടവരെ കെട്ടിടങ്ങളിൽ ഒതുക്കുവാനാവില്ല. അവന് ആലയം പണിവാൻ പ്രാപ്തിയുള്ളവനാണ്. സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അവൻ ഒതുങ്ങുകയില്ലല്ലോ, അടങ്ങുകയില്ലല്ലോ എന്നുള്ളതാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന വാക്യങ്ങൾ. ആ വാക്യം ഇങ്ങനെയാണ്: അവന് ആലയം പണിവാൻ പ്രാപ്തിയുള്ളവനാർ, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ. എന്നാൽ പ്രിയരെ, ദൈവം തൻ്റെ മനുഷ്യനോട് ആവശ്യപ്പെടുന്നു, എനിക്ക് വസിക്കുവാൻ ഒരു മന്ദിരം വേണം, അത് നീ തന്നെ ഒരുക്കണം. ആ മന്ദിരം എപ്രകാരമുള്ളത് എന്ന് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. ദൈവനിർമ്മിതമായ മനുഷ്യ ശരീരം എന്ന മന്ദിരത്തിൽ വാസം ചെയ്യുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൈപ്പണിയായ മന്ദിരങ്ങളാണ് മനുഷ്യന്റെ ശരീരം. ആ ശരീരങ്ങളിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന, വിശുദ്ധി കാക്കുന്ന, വേർപാടനുഷ്ഠിക്കുന്ന ആ മന്ദിരങ്ങളിൽ, ആ ശരീരങ്ങളിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് നാം അനുവദിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ മന്ദിരങ്ങളാകുന്ന, ദൈവത്തിന് മന്ദിരമായിരിക്കേണ്ടിയ നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുകയുള്ളൂ. മനുഷ്യ ശരീരം ദൈവാധിവാസത്തിന് യോഗ്യമായ മന്ദിരമാക്കപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമായി ഒരുക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടപ്പുറപ്പെ പരിശോധിക്കുവാൻ താല്പര്യപ്പെടുക. വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട മനുഷ്യർ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്രകാരം ഒരു ആലയം പണിവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടിയ പണിയാണ് ദൈവാധിവാസത്തിനുള്ള മന്ദിരത്തിൽ നടത്തേണ്ടത്. പണിക്കുള്ള അടിസ്ഥാനം നമ്മിൽ ദൈവം തന്നെ ഇട്ടിട്ടുണ്ട്. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിൻ്റെ മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലുള്ള ദൈവജനങ്ങളെ പഠിപ്പിച്ച സത്യം. മന്ദിരത്തിൻ്റെ പണി പ്രിയരെ വളരെയേറെ വിലയേറിയതാകയാൽ സ്വർണം, വെള്ളി, രത്നം എന്നീ വിലയേറിയ വസ്തുക്കളാണ് പണിയിൽ ഉപയോഗിക്കേണ്ടത്.
അക്ഷരിക വസ്തുക്കളെ പറ്റിയല്ല ഈ പരാമർശം എന്ന് തിരിച്ചറിയുക. പണിയപ്പെടുന്ന വസ്തുക്കൾ തീയിൽ ശോധന ചെയ്യുമ്പോൾ അത് നശിച്ചു പോകുവാൻ പാടില്ല എന്ന അർത്ഥമാണ് അവിടെ വെളിപ്പെട്ടു വരുന്നത്. വിശ്വാസം, ദൈവിക ജ്ഞാനം, നിഷ്കളങ്ക സ്നേഹം, നിർമ്മലത, നീതി, വിശുദ്ധി, വേർപാട് തുടങ്ങിയ വിലയേറിയവയെ കൊണ്ട് പണിയുവാൻ ഇടയാകണമെന്ന് നാം തിരിച്ചറിയണം. ഇവയ്ക്ക് പകരം അസൂയ, പക, പിണക്കം, മാനുഷിക ജ്ഞാനം, സ്വയപ്രശംസ, മാനുഷിക പുകഴ്ച, പ്രശസ്തി എന്നീ മരം, പുല്ല്, വൈക്കോൽ തുടങ്ങിയ തീയിൽ നശിച്ചു പോകുന്നതായ എന്നിവ കൊണ്ടൊക്കെയാണ് ആ പണിക്ക് നാം ഉപയോഗിക്കുന്നതെങ്കിൽ നിശ്ചയമായും അവ തീയിൽ നശിച്ചു പോകും. അവയൊന്നും നിലനിൽക്കത്തില്ല. ഇവ കൊണ്ട് പണിയുന്ന മന്ദിരങ്ങൾ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്രകാരം പണിയുന്ന മന്ദിരത്തിൽ ദൈവം വസിക്കുകയുമില്ല. ആകയാൽ കൂടപ്പുറപ്പുകളെ, നാം പണിയുന്ന മന്ദിരം ഏതുവിധം? നമ്മുടെ ശരീരം ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാകണം. നമ്മിൽ ദൈവാത്മാവ് വാസം ചെയ്യുന്നുണ്ടോ? നാം പണിയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാകരുത്. മന്ദിരം പണിയുവാനുള്ള പുതിയ നിയമ ഉപദേശങ്ങൾ എപ്രകാരമോ അപ്രകാരം അതെല്ലാം പാലിച്ച് ക്രിസ്തുവിന്റെ വചനപ്രകാരം സൂക്ഷ്മതയോടെ പണിയുവാനിടയായിത്തീരണം. കാരണം ഈ മന്ദിരം നശിക്കുവാനുള്ളതല്ല, നിത്യതയിലും നിലനിൽക്കേണ്ടതാണ്. വലിയവനായ ദൈവം വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു മന്ദിരമായി കൂടപ്പിറപ്പെ താങ്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുകയും ദൈവവചന കൽപ്പനകളും നിർദ്ദേശങ്ങളും മുഴുവൻ പാലിച്ച് നിങ്ങളെ തന്നെ നിങ്ങളെന്ന മന്ദിരത്തെ ഒരുക്കുകയും പണിയുകയും ചെയ്യുക. നിശ്ചയമായും നിങ്ങളുടെ മന്ദിരത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ പരിശുദ്ധനായ ദൈവം വസിക്കുവാൻ, വാസം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. ദൈവം നിങ്ങളുടെ മന്ദിരത്തിൽ വസിക്കട്ടെ. കർത്താവ് നിങ്ങളിൽ മഹത്വമെടുക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല ദിവസം പ്രഭാതത്തിൽ മാറ്റമില്ലാത്ത ദൈവവചനം, ഞങ്ങളാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അപ്രകാരം കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാൻ, ഞങ്ങളുടെ മന്ദിരത്തെ പണിയാൻ, ദൈവം വസിക്കുന്ന മന്ദിരമാക്കി സമർപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടും കഴിവില്ലായ്മ കൊണ്ടും ഒക്കെ പണിത മന്ദിരം അത് വൈക്കോല് കൊണ്ടും പുല്ലുകൊണ്ടും തീയിൽ വെന്തു പോകുന്നതുമായവ കൊണ്ടൊക്കെയാണ് പണിതത് എന്ന് തിരിച്ചറിഞ്ഞ് ആ പണിയെല്ലാം അഴിച്ചു കളഞ്ഞ് കർത്താവെ തീയിൽ നശിക്കാത്തതായ, നിലനിൽക്കുന്നതായ കാര്യങ്ങൾ കൊണ്ട് മന്ദിരത്തെ പണിയുവാനും ഒരുക്കുവാനും ഞങ്ങൾക്കേറിയ കൃപ, ദൈവിക ജ്ഞാനം, ആത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് പകർന്നു തരുമാറാകണമേ. വചനം ഏറ്റെടുത്ത് വചനം കേട്ട് ശ്രദ്ധയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ ഇന്ന് പകലിൽ ഉയരത്തിലെ കൃപ, ഉയരത്തിലെ ശക്തി പകർന്നു കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവെ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ സൗഖ്യവും വിടുതലും കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.
യാക്കോബ്